ഹലോ എവരിവൺ, ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സീസാർ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മട്ടനും ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കുക്കറിലേക്ക് നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് സവാളയും നീളത്തിലരിഞ്ഞ പച്ചമുളകും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും. സവാളയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ചെയ്ത് ഇടും. പുതിനയില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതൊന്നിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നതും കൂടി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് മട്ടൻ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യും. മട്ടൻ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമ്മൾ വിസിലടുപ്പിക്കും. ഞാൻ 5 വിസിലാണ് അടുപ്പിച്ചിരുന്നത്. നമ്മൾ സാധാരണ മട്ടൻ്റെ ഒരു വേവ് പരുവ് അനുസരിച്ച് മട്ടൺ അത്യാവശ്യം വേവേണ്ട ഒരു മീറ്റാണല്ലോ, നമ്മൾ ബിരിയാണിയിൽ വിട്ട് വരേണ്ട ഒരു മീറ്റാണ് അത്. 5 വിസിലടിക്കുന്ന വരെ ഞാൻ നാരങ്ങ സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. തക്കാളി കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒത്തിരി മുളക് പൊടിയൊന്നും ഇടുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് ശരിക്കും. ഇത് മട്ടൺ വെന്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് കുറച്ച് പുതിന മല്ലിയില ഇട്ട് വലിയ ഏലക്ക, കുരുമുളക്, ചെറിയ ഏലക്ക, പട്ട ഇടുന്നവർക്ക് പട്ട ഇടാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് അത് ഇളക്കി തക്കാളി ശരിക്ക് വാട്ടി എടുക്കും. തക്കാളിയുടെ നീരും അതിൻ്റെ രുചിയും പുളിയും കൂടി ഇറങ്ങണം. കാരണം നമ്മൾ തൈര് ഒഴിക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാരങ്ങയുടെ സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എരിവ് ഒത്തിരി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നാരങ്ങ നീര്, ഞാനൊരു അരമുറി നാരങ്ങയാണ് എടുത്തേക്കുന്നത്, ആ അരമുറി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും ഈ നാരങ്ങയുടെയും തക്കാളിയുടെയും പുളിയാണ് ഈ മീറ്റിലേക്ക് പിടിക്കേണ്ടത്. അതേപോലെ ബിരിയാണിക്ക് റൈസിനായിട്ടുള്ള പുളിയും ഇതിൽ നിന്നാണ് ഇറങ്ങേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ സ്ലൈസ് ഇട്ടിട്ടുണ്ടല്ലോ. ജീരകശാല അരി 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് അതിന് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ അതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും മിക്സായി കഴിയുമ്പോൾ മസാലയിൽ മിക്സായി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിന് മീതെ 3 ഇരട്ടിയാണ് ശരിക്കും എടുക്കേണ്ടത്. 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊഴിച്ച് നമ്മൾ അടച്ച് വെച്ച് ഞാനിവിടെ ദമ്മിടാനായിട്ട് ശരിക്കും സിൽവർ ഫോയിലാണ് യൂസ് ചെയ്തത്. അത് വെച്ച് അടച്ച് ദമ്മിട്ടു. ദമ്മ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. നല്ല മണമുണ്ട്. ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ദമ്മിടുന്നതിന് മുന്നേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഹാവ് യു ബീൻ ഹിയർ.